ഈ ബൃഹനാടി ജ്യോതിഷം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു കണ്ടു? നമ്മളിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യലിൻ്റെ ഒരു ചെറിയ 0.1% പോലും. അതുപോലെ ബുധൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് പച്ച ഡ്രസ്സ് ദാനം ചെയ്യുക, പച്ച വാൾപേപ്പർ യൂസ് ചെയ്യുക, പല്ലന്നൂരിൽ ഒരു നല്ല ഗ്രീനറിയുടെ ഒരു അല്ലാതെ ബുധനെ പോസിറ്റീവ് ആക്കാം. 2 കോടി കൂടുതൽ കടം. ഇതൊന്നും പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഒരു കോർട്ട് കേസ് ഉണ്ടോ? അപ്പോൾ എന്താ ബുധനും കേതും കണക്റ്റഡാ. നമുക്ക് നോക്കുമ്പോൾ അറിയാം കണക്ഷൻ വരുന്ന ബുധനും കേതും കൂടെ ഡയറക്റ്റ് എന്ന കോർട്ട് കേസാണ്. രാജ് സാറേ, ഈ ബൃഹനാടി ജ്യോതിഷം അത് താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ബൃഹനാടി ജ്യോതിഷം സത്യത്തിൽ? ബൃഹനാടി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇച്ചിരി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള വേദിക് ജ്യോതിഷം. നമ്മുടെ വേദിക് ജ്യോതിഷത്തിനകത്ത് ഒരു 50% ജനറലായിട്ട് ആൾക്കാരെ കണ്ട് കാര്യം പറയാം. ഒന്ന് സപ്പോസ് ഒരു ചന്ദ്രനെ കണ്ട് ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചന്ദ്രനായിട്ട് ജനനമായിട്ട് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആൾക്കാർ നല്ല ഉരുണ്ട മുഖമായിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും, അല്ല ചില സംഭവത്തിനോട് താല്പര്യം കാണും. അല്ല ഒന്നൊരു പ്രത്യേകിച്ച് ശുക്രനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുക്രൻ്റെ ഒരു ആഡംബരമായിട്ട് ഒരു 2ാം ഭാവത്തിലൊക്കെ ശുക്രൻ ജനിച്ച് ഉള്ള ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അഭിനയമായിട്ട് ചെറിയ താല്പര്യം കൂടുതൽ, കലാപരമായിട്ട് കാര്യം താല്പര്യം കൂടുതൽ, 1ലും 2ലും. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അതേമാതിരി ഈ ഇതുമായിട്ട് വന്നിട്ട് അഭിനയിക്കാനുള്ള താല്പര്യം, പൊതുവെ അണിഞ്ഞൊരുങ്ങി ബൈ ബർത്ത് അങ്ങനെ ഒരു കുട്ടി ചിലപ്പോൾ 7 വയസ്സ് ഒരാളെ കാണാതെ ഒരു ഗ്രഹനില കൈ കൊണ്ടുവന്ന അയാൾ എങ്ങനെ ഇരിക്കുന്ന ആളാന്ന് പറയാൻ പറ്റുമോ? ആ ആളിനെ പറ്റിയല്ല, ഒറ്റ ഗ്രഹനിലയ്ക്കകത്ത് ആ ആളിൻ്റെ അമ്മയുടെ മുടി ചുരുണ്ടാണ്, അച്ഛൻ്റെ അല്ലെന്നൊരു കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ ഇന്നടത്ത് മറുകൊണ്ട്, ആ ആളിൻ്റെ ഇന്നടത്ത് മറുകൊണ്ട്, ആ കൊണ്ടുവരുന്ന ആളിൻ്റെ ആ ഗ്രഹനില നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും ഇന്നടത്ത് മറുകൊണ്ട്. അല്ലെന്ന് വരിയിൽ അവരുടെ എങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എൻ്റെ ഗ്രഹനില സാറിന് കൊണ്ടുതരുന്നു, ഞാൻ വിവാഹം കഴിക്കാത്ത ആളാണെന്ന് വെച്ചോ. എന്റെ ഗ്രഹനില നോക്കിയിട്ട് ഇതുവരെ ഞാൻ പോലും കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീ പെൺകുട്ടിയുടെ എവിടെ മറുകുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? 100% പറയാം. അത് നിങ്ങളുടെ മറുകം കണ്ടുപിടിക്കും. ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിൻ്റെ മറുകോ അത് തന്നെയല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആളിൻ്റെ പ്രൊഫഷൻ പോലും നമുക്ക് പറയാൻ പറ്റും. ഇന്ന പ്രൊഫഷൻ ആയിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നത്. ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അതോ സാധ്യതയാണോ പറയുക? സാധ്യത എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണെന്ന് വരി അത് നടന്നിരിക്കും. ആ ഒരു റേഡിയേഷനുള്ള കുട്ടിയായിരിക്കും. സപ്പോസ് ഗുരു എന്ന് പറഞ്ഞാൽ അതായിരിക്കില്ല ചിലപ്പോൾ പ്രൊഫഷൻ, പക്ഷേ ഗുരുവിൻ്റെ കണക്ടിവിറ്റി ഉള്ള ഒരു ലേഡി ആയിരിക്കും അത്. അപ്പം നമുക്ക് ഓരോരുത്തരെ പറയുമ്പോൾ ഓരോരുത്തരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ആൾക്കാർ പഠിക്കേണ്ടത് ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം പ്ലാനറ്ററി പൊസിഷൻ വെച്ച് നമുക്ക് എല്ലാ ഗ്രഹങ്ങളെ ആയിട്ടുള്ള, കാരണം നമ്മൾ ജനിക്കുന്ന ആ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമ്മളിലെല്ലാം അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി വരും. അപ്പോൾ ആ രീതിയിൽ കൂടെ നമ്മൾ ചാനലൈസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനമുണ്ട്. ഇപ്പോൾ തന്നെ ചില കുട്ടികളൊക്കെ ഒരു 12ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അവരെ നോക്കിയിട്ട് എന്ത് പഠിപ്പിക്കണം എന്നുള്ളൊരു കൺസൾട്ടൻസി. കാരണം ഇത് ബാക്കിയുള്ള എക്സ്പെൻസ് നോക്കുമ്പോൾ ഒരു 10 എത്ര ഒരു സെർട്ടൻ പൈസ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. അവരുടെ ലൈഫിലെ എന്ന് പറഞ്ഞാൽ വലിയൊരു ചലഞ്ച്. നമ്മൾ വിവാഹം കഴിക്കുന്ന മാതിരി ഈ ഗ്രഹനില വെച്ച് തന്നെയാണോ ബൃഹനാടി ജ്യോതിഷം നോക്കുന്നത്? ആന്നു, പക്ഷെ അതിൻ്റെ ഡിഗ്രി ഉണ്ട്. ഡിഗ്രി വെച്ചിട്ട് ഇതിൻ്റെ വ്യത്യാസം അതാണ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്. ഈ വേദിക് അസ്ട്രോളജി ചെയ്യുന്ന അതിനകത്ത് ഡിഗ്രി ഇല്ല. അല്ല, വേദിക് അസ്ട്രോളജി കോഴ്സുകളൊക്കെ ഒരുപാട് പേര് ഉണ്ട്, പക്ഷെ അതിന്റെ അക്യുറസി ഇല്ലാത്തതുകൊണ്ട് എത്ര ഡിഗ്രി മറ്റേനാണ് 30 ഡിഗ്രി ഉണ്ട്. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ പറഞ്ഞ ആ ഡിഗ്രി. പക്ഷെ അതൊരു കാര്യമുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഈ വേദിക് അസ്ട്രോളജി ചെയ്യുന്ന പകുതി 3/4 ആൾക്കാർ ഒരു 10ാം ക്ലാസ്സിന്റെ അല്ലെങ്കിൽ 12th വരെയുള്ള ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ബേസിക്കലി പട്ടവർ അത് എന്തുവാട്ടെ അതല്ല നമ്മുടെ സബ്ജക്റ്റ്. അപ്പം എന്തു പറഞ്ഞാൽ ഇതിനകത്ത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഒരു ഗ്രഹത്തിന് 30 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഓരോ പോയിന്റും അനുസരിച്ച് ഇത്ര ഡിഗ്രി, അപ്പോൾ ഇത്ര ഡിഗ്രി അല്ലെന്നില്ല, അത് കഴിഞ്ഞ് അടുത്ത ഹൗസിൽ ഇത്ര ഡിഗ്രി. അപ്പോൾ ആ ഒരു ഡിഗ്രി വെച്ചിട്ട് ഓരോ പ്ലാനറ്റുമായിട്ട് കണക്ടിവിറ്റി, ഇങ്ങനെ കണക്ഷൻ വരുന്നു, ഇങ്ങനെ കണക്ഷൻ വരുന്നു, 1 5 2 3 അങ്ങനെ കുറേ കണക്ടിവിറ്റി ടെക്നിക്കലി പറഞ്ഞാൽ ആൾക്കാർ കൺഫ്യൂഷൻ ആയിപ്പോൾ. എന്നാൽ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് കാൽക്കുലേഷൻ ആണല്ലേ? അക്യുറേറ്റാ. അപ്പം നിസാരം പറഞ്ഞപ്പോൾ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വർഷമാണ് ഒരു പ്ലാനറ്ററി പൊസിഷൻ, ഒരു 12 രാശികൾ സോഡിയാക് സൈന് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് വരുന്ന 2.5 വർഷം. ഈ 2.5 വർഷം എന്ന് പറയുമ്പോൾ ആ 2.5 വർഷത്തിനകത്ത് 30 ഡിഗ്രി ഡിവൈഡ് ബൈ ഈ ഇത്ര മാസം ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ആ ഡിഗ്രി കിട്ടി. അപ്പോൾ ഒരാൾ ജനിച്ച് കഴിയുമ്പോൾ ആ ശനിയെ നോക്കി നമുക്ക് ആ ശനിയെ മാത്രം നോക്കിയിട്ട്, അല്ലെ അവിടുത്തെ ഗുരുവിനെ മാത്രം നോക്കിയിട്ട് പറയാൻ പറ്റും ഇത്ര പ്രാവശ്യം ഇത്രാമത്തെ വയസ്സിലെ. അപ്പോൾ നമ്മൾ മേളത്തെ ഇപ്പോൾ ഗോചാരമൊന്നും നോക്കാതെ പ്രൊമോഷൻ എന്ന് പറയും. ഇത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും 24ാമത്തെ വയസ്സ് കഴിഞ്ഞ് 6 മാസത്തിനകത്ത് 24 വയസ്സ് 6 മാസം ആകുമ്പോൾ ഈ ആളിന് ജോലി കിട്ടും.
അല്ലെന്നൊരു 28-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാനുള്ള യോഗമുണ്ട്, അല്ലെ 30-ാമത്തെ വയസ്സിൽ കുട്ടികളുണ്ടാകാൻ യോഗമുണ്ട്. ഇപ്പം ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ എന്ത്, അപ്പോൾ ഒരു 50 വയസ്സുള്ള ആളാന്ന് വെച്ചു വന്നത് നമ്മുടെ അടുത്ത്. ഈ 50 വയസ്സുള്ള ആൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പാസ്റ്റിലെ ലൈഫിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോഴും ഇവർക്ക് എന്താണ്, അല്ലെ ചിലർ പറയാം എനിക്ക് വസ്തു വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വസ്തു വിൽക്കുന്നതിന് ഒരു കാര്യമല്ല, വസ്തു വിൽക്കാൻ പറ്റാത്ത നമുക്ക് 100 കണക്കിന് റെമഡി ഉണ്ട്. അപ്പം ഒന്ന് നമ്മൾ അവരുടെ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് അവർക്ക് ഏതൊക്കെ ഗ്രഹമാണ് ഈ എനിമിയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. കാരണം വസ്തു വിൽക്കാൻ പറ്റാത്തത് യോഗമുണ്ടെങ്കിലും ഇപ്പം സപ്പോസ് കേതു രാഹുവ പലയിടത്തും പ്രശ്നക്കാര്, അല്ല ശനിയൊക്കെ. അപ്പോൾ ശനിക്ക് വേണ്ടിയുള്ള ഇപ്പോൾ പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ദാനധർമ്മങ്ങൾ, കണ്ണ് കാണാൻ പറ്റാത്തവർക്ക്, അല്ലെന്നൊരു ചെവി കേൾക്കാൻ പറ്റാത്തവർക്ക്, നടക്കാൻ പറ്റാത്തവർക്ക്, കാല് വയ്യാത്തവർ, മുടന്തന്മാർ, തൂപ്പുകാർ. ഈ ബൃഹനാടി ജ്യോതിഷം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആരായിരുന്നു എന്ന് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്ന് വരിയിൽ ഇതൊരു നമ്മുടെ ശിവനാടി ജ്യോതിഷം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് പലതും പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു. പക്ഷേ അവർ പോലും, ഞാൻ ഇപ്പോൾ പറയാം, അവർ ചിലപ്പോൾ 2500-3000 രൂപ ആണ് ശിവനാടി ജ്യോതിഷത്തിൻ്റെ താളിയോല എടുക്കുന്നതിന് വാങ്ങി. ഈ സാധനം തന്നെ അവർ 5000 രൂപ ബൃഹനാടിക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ബൃഹനാടി എന്ന് പറഞ്ഞാൽ ശിവനാടിയെക്കാട്ട് ഒരുപാട് അക്യുറസി കൂടുതലാണ്. കാരണം അവനകത്ത് ഈ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ പോലെ എടുത്ത് പറയാം, പക്ഷെ അക്യുറസി ഇല്ല. ഇപ്പോഴേ അല്ല നിങ്ങൾക്ക് എപ്പോൾ വസ്തു വാങ്ങിക്കാം. ഇതിന് ഓലയൊന്നും ആവശ്യമില്ല. ഓല വേണ്ട, ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കെല്ലാം നോക്കി. ഇതൊരു സയൻസ് ആണ്. അപ്പോൾ ആ സയൻസിനകത്ത് എല്ലാം A to Z എഴുതി വെച്ചേക്കുന്ന പോലെ ഓരോ ആൾക്കാരുടെ നമ്മൾ നോക്കിയിട്ടല്ലേ ഇപ്പോൾ ഇവർക്ക് ഗൾഫിൽ പോകാൻ പറ്റുമോ, ഗൾഫിൽ പോയാൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഞാൻ പറയാം ട്രാവലിൻ്റെ ഗ്രഹമോ അല്ലെ പ്രൊമോഷൻ കിട്ടും. ഒരാൾ നമ്മുടെ അടുത്ത് വരിക പ്രൊമോഷന്. അപ്പോൾ നമ്മളവിടെ ചന്ദ്രനെ നോക്കുന്നത്. ചന്ദ്രനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ അറിയാം, ചന്ദ്രൻ്റെ പൊസിഷൻ നോക്കി കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടും. അല്ലെ ചില ആൾക്കാർ ജനിച്ചിടത്തുനിന്ന് വസ്തു വിറ്റിട്ട് വേറെ സ്ഥലത്ത് പോകും. അതല്ല അവരുടെ അച്ഛനെ 100% പോയിരിക്കും. ഈ ആരോടെങ്കിലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പൈസ കൊടുത്താൽ കിട്ടത്തില്ല ചിലർക്ക്. അത് ശുക്രനും ചൊവ്വായും ഇന്ന രീതി കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 3 കണക്റ്റഡ് ആണ്. അപ്പോൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട്. കാരണം നോക്കി, ഇതെല്ലാം പ്ലാനറ്ററി പോസിറ്റീവ് ഒന്നല്ല, ഓരോ ഗ്രഹത്തിനും 100ഓളം പരിഹാരം ഓരോ ഗ്രഹത്തിനെ പോസിറ്റീവ് ആക്കാൻ. അത് നമ്മുടെ നമ്മുടെ രുദ്രാക്ഷം കൊണ്ട് തന്നെ, രുദ്രാക്ഷ റെമഡി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 കൂടുതൽ മെയിനായിട്ടുള്ള മുഖങ്ങളുള്ള, 1 മുഖം മുതൽ 2 മുഖം, 3 മുഖം, 4 മുഖം, 5 മുഖം, 6 മുഖം. 6 മുഖം എന്ന് പറഞ്ഞാൽ ശുക്രന, 5 മുഖം എന്ന് പറഞ്ഞാൽ ബുധന. രുദ്രാക്ഷം ധരിക്കാൻ പറയും. രുദ്രാക്ഷം ആവശ്യമുള്ളവർക്ക് ധരിക്കാം. അതിനുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. കാരണം അതിനകത്ത് ഇപ്പോൾ 1 മുഖം അല്ല 3 മുഖം ഗുരുവിനെ പോസിറ്റീവ് ആക്കാൻ, 4, 5 ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പൈസ വേണമെന്ന് വെച്ചു, അല്ല കല്യാണം കഴിക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ഒരു 6 മുഖമുള്ള ശുക്രന്, 5 മുഖമുള്ളത് ബുധന്, 8 മുഖം, അങ്ങനെ ശനി. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേന് 12 മുഖം, 18 മുഖം, 20. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ പൈസ കൂടിക്കൂടി വരും കേട്ടോ. ഇതല്ലാതെ നമുക്ക് വേറെ ഒത്തിരി റെമഡി ഉണ്ട്. അല്ല, ഞാൻ ആലോചിച്ചേ പെട്ടെന്ന് എൻ്റെ കരുത്തിൽ 2 രുദ്രാക്ഷമുണ്ട്. ഇതിൽ ഏതാണെന്ന് നോക്കണം. ഞാൻ നോക്കിയിട്ടില്ല. ആരോ 2 പേര് എനിക്ക് ഗിഫ്റ്റ് തന്നെ, ഏതോ ഗുരുക്കന്മാർ വന്നപ്പോൾ തന്നതാ. ഞാനത് വെള്ളി കെട്ടിച്ചു. അതിന് എനർജി ഉണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട ഈ രുദ്രാക്ഷം ആണെങ്കിലും ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഉണ്ട്, ഇന്തോനേഷ്യയുടെ ഉണ്ട്, പിന്നെ ഇവരുടെ ഉണ്ട് നമ്മുടെ നേപ്പാളിൽ നിന്നും പറയുന്നത് ഈ ഹിമാലയത്തിൻ്റെ സംഭവമാണ്. ഹിമാലയം അതാണെന്ന് ഒരു സംഭവം ഒറിജിനലാണ്. ഹിമാലയം കണ്ടോ ഇത് കൊടുക്കുന്നു? ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പോകുമ്പോൾ എനിക്ക് തന്നിട്ട് പോണേ. ഓക്കെ. അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ബൃഹനാടി ജ്യോതിഷമൊക്കെ നോക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു ഓലയൊക്കെ എടുത്ത് നോക്കുന്നത് 2500, 5000, ഇതൊക്കെ വലിയ എക്സ്പെൻസീവ് ആണോ ചാർജ് ചെയ്യുന്നത് പൈസ? ഇല്ല, ഞാൻ അവരിപ്പോൾ പറഞ്ഞില്ലേ, അവർ ഇപ്പോൾ പറയുന്നത് തന്നെ വെറും 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും 3500 കൊടുത്തെന്ന് വെച്ചു. പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും പറയുന്നില്ല. ചിലപ്പോൾ ഓല കിട്ടത്തില്ല എന്ന് പറഞ്ഞ് മടങ്ങേണ്ടി വരും. ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയിട്ട് ഓല കിട്ടാതെ. അതൊക്കെ നമുക്ക് ഈ ബൃഹനാടി ജ്യോതിഷം നോക്കുന്നതിന് കൺസൾട്ടേഷൻ ചാർജ് നോർമലി കൂടുതലാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അധികമില്ല. 2500, 3000 രൂപയ്ക്ക്. കാരണം അവരുടെ ഇതനുസരിച്ച് നമ്മൾ വേറൊരു കാര്യമുണ്ട്. സമയം എടുക്കും അതിന്. നമുക്ക് എങ്ങനെ വന്നാലും ഒരു മണിക്കൂറിലും ഞാനത് കഷ്ടപ്പെട്ട് ചാർട്ട് വരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് പറയാൻ പറ്റുമോ. പറഞ്ഞൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെന്നൊരു അവർക്കൊരു മീൻസ് ഒരു 45 മിനിറ്റിലും മിനിമം നമുക്ക് കൊടുത്ത് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെ ആദ്യം നമ്മൾ ചോദിക്കുന്നത് എന്ത് പ്രശ്നമാണ്. അപ്പോൾ ചിലർ പറയും എനിക്ക് ഫോറിൻ സെറ്റിൽമെൻറ്റ്. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ട് അവർക്ക് സെറ്റിൽ ചെയ്യാൻ യോഗമുണ്ടോ. അപ്പോൾ നമ്മളവിടെ രാഹുവിനെ നോക്കും. രാഹു പോസിറ്റീവ് ആണോ. പിന്നെ ചന്ദ്രനെ നോക്കും. ചന്ദ്രൻ എന്ന ട്രാവലിൻ്റെ ഗ്രഹമാണ്. കേതു അഥവാ കണക്റ്റാണെന്ന് വെച്ചു. അപ്പോൾ അവർക്ക് പോയി കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെന്നൊരു ടെമ്പററി സെറ്റിൽമെൻറ്റ് നമുക്ക് കേതുവിൻ്റെ റെമഡി കൊടുക്കും.
അല്ലെ രാഹുവിന്റെ റെമഡി. അപ്പോൾ ചിലപ്പോൾ മൊബൈലിലാണെന്നൊരു ചില വാൾപേപ്പർ ഇടാൻ, ഫ്ലൈറ്റിന്റെ ഈ വാൾപേപ്പറിലൊക്കെ കാര്യമുണ്ടോ? ഉണ്ട്. ഈ വാൾപേപ്പറിൽ മറ്റേ പൈസ ഇട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ട്. അത് പോസിറ്റീവാണ്. ഒരു ശുക്രനെ പോസിറ്റീവ് ആക്കാൻ, അല്ലെ ഗുരുവിനെ പോസിറ്റീവ് ആക്കാൻ യെല്ലോ കളറ്, സൺഫ്ലവർ, അങ്ങനെ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ സപ്പോസ് ഈ ന്യൂമറോളജിക്കകത്തൊക്കെ ആണെന്ന് ഇത് വളരെ ഇതാണ്. ചില ഗ്രഹങ്ങളുടെയും പ്ലാനറ്ററി പൊസിഷൻ. ഞാൻ ഇന്നലെ വരെ പൈസ ആയിരുന്നിട്ടിരുന്നത്, ഇന്നിപ്പോ കാണുന്നില്ല, പെട്ടെന്ന്. അല്ല, അത് നല്ലതാണ്. നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാം, ഈ ഉപബോധ മനസ്സും ബോധ മനസ്സും ഉണ്ട്. നമ്മൾ അറിയാതെ നമ്മളിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യലിന്റെ ഒരു ചെറിയ 0.1% പോലും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സിൽ ഒരുപാട് കഴിവുകളുണ്ട്. ഈ കഴിവുകൾ നമ്മൾ അറിയാതെ നമ്മുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യും. അടങ്ങാത്ത ഒരാഗ്രഹം അത് ഇതിനു വേണ്ടി വരുമ്പം മൈൻഡ് ഇങ്ങനെ ആഗ്രഹിക്കുക, പൈസ വരും. അതൊരു മൈൻഡാണ്. മൈൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഈ നേച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ നേച്ചറിൽ ഒരുപാട് നമ്മൾ കാണപ്പെടാത്ത ഒരുപാട് എനർജി ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി, നമ്മൾ അറിയാതെ തന്നെ. ഈ അഫർമേഷൻ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കൂടെ കിടക്കുന്ന ഭാര്യയുടെ മുഖം കാണുന്നതിനെക്കാട്ടി മുമ്പ്, കാരണം ലൈറ്റ് ഇടണമല്ലോ, ഞാനൊക്കെ 5-6 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഫോണാണ് നോക്കുക, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോ എത്ര പോയി, ഇത് നോക്കാം. ആദ്യം എടുക്കുമ്പോൾ തന്നെ കാണുന്നത് 500 കുറേ നോട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ് സാധാരണ എൻ്റെ ഫോണിൽ ഞാൻ കാണും. അത് പോസിറ്റീവ്. ഞാൻ പോലും അറിയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അഫർമേഷൻ മാതിരി അത് ഓട്ടോമാറ്റിക്കലി ആ പ്രകൃതിയുമായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ തന്നെ ഒരു എനർജി ഉണ്ട്. എനിക്കാണെങ്കിൽ ഒരു ദിവസം നിൽക്കണമെങ്കിൽ, കാരണം ഇത്രയധികം സ്റ്റാഫുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 25,000 രൂപ ഒരു ദിവസം റോളായി പോയാലേ കയ്യിലൂടെ പോകണം, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ രാവിലെ 1 തൊട്ട് ഉറങ്ങും വരെയുള്ള ചിന്ത ഈ പൈസയെ കുറിച്ച് തന്നെയാണ്. അത് എവിടുന്ന് അറേഞ്ച് ചെയ്ത് അവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു പക്ഷേ സഹായമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ താങ്കളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുധനെയും ശുക്രനെ പോസിറ്റീവ് ആക്കണം. അതിന് ഒരുപാട് കർമ്മങ്ങളുണ്ട്. അപ്പോൾ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഒത്തിരി കർമ്മങ്ങളുണ്ട്. ബുധനെ പോസിറ്റീവ് ആക്കാനാണ്. അതുപോലെ ബുധനെന്ന് പറഞ്ഞാൽ സപ്പോസ് പച്ച ഡ്രസ്സ് ദാനം ചെയ്യുക, പച്ച വാൾപേപ്പർ യൂസ് ചെയ്യുക. പല്ലെന്നൊരിൽ ഒരു നല്ല ഗ്രീനറിയുടെ ഒരു അല്ലാതെ ബുധനെ പോസിറ്റീവ് ആക്കാനാണ്. ചെറുപയറ്, നമ്മുടെ ഈ പരിപ്പ് വെക്കുന്ന പയറ്, ആ പയറിൻ്റെ ഉള്ള സുഖിയനോ അല്ലെ ഇങ്ങനെയുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ദരിദ്രർക്ക് ദാനം ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാല് കഴിയാത്തവർക്ക് ദാനം ചെയ്യും. അപ്പം ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ നമ്മുടെ ശനിയും പോസിറ്റീവ് ആക്കുവാണ്, ഈ പറഞ്ഞ ബുധനും പോസിറ്റീവ് ആകും. ബുധനും നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്. വാട്സപ്പ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് എല്ലാം ബുധനാണ്. നാളെ തൊട്ട് ഉച്ചയ്ക്ക് പിള്ളേർക്കെല്ലാം പയറൊഴുകിയത് കഴിഞ്ഞില്ല. അല്ല, ഡിഫറൻ്റായിട്ട് നമ്മൾ ഒരുപാട് ഇത് പോട്ടെ. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേനും പോയി നമ്മൾ നോക്കുമ്പോഴേ ലാൽ കിതാബിനകത്തൊക്കെ ഒരുപാട് റെമഡികൾ ഇതേമാതിരി ഒത്തിരി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ബൃഹനാടി, ലാൽ കിതാബ്, അങ്ങനെ വേറെ കുറേ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പലയിടത്തു നിന്നുള്ള ഒത്തിരി റെമഡി ഞാൻ കൂട്ടിയിണക്കിയാണ് പറയുന്നത്. കാരണം എല്ലാം റെമഡി തന്നെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ പ്ലാനറ്ററി പൊസിഷനും ഓരോന്നിനും പോസിറ്റീവ് ആക്കാൻ വേണ്ടി 100 കൂടുതൽ റെമഡികളുണ്ട്. ഇപ്പം ഞാൻ പറയും, ഒരു തകിട് കെട്ടാനെന്ന് പറഞ്ഞ ആൾക്കാർ പോയി 10,000 അല്ലെ രുദ്രാക്ഷം, ഇതൊന്നും വേണ്ടാന്നേ. നിങ്ങൾ ഒരു മാസം ഒരാളാര് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നൊരു നമ്മൾ ഈ പറയുന്നത് ഇത് എന്താ ഒരു ലുട്ടുടുക്ക് പരിപാടി ചെയ്ത് നോക്കിക്കോ, 100%. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ നോർത്ത് ഇന്ത്യ എന്നാണ് വിളിച്ചത്. അപ്പോൾ പുള്ളിക്ക് നിൽക്കാനും വയ്യ, ഇത് ഒന്നും വയ്യാത്ത ഒരു സിറ്റുവേഷന്. ഒരു കേസ് വിധി വന്നു, ഫൈനൽ വിധി വന്നു. അപ്പം ഞാൻ ആദ്യം നോക്കിയപ്പോഴത്തന്നെ പുള്ളിയുടെ ചാർട്ട് എടുത്ത അതൊരു ക്രിസ്ത്യൻ പയ്യൻ, ഒരു 35 വയസ്സ് കാണും പുള്ളി. അപ്പോൾ 2 കോടി കൂടുതൽ കടം. ഇതൊന്നും പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഒരു കോർട്ട് കേസ് ഉണ്ടോന്ന്. അപ്പോൾ എന്താ, ബുധനും കേതും കണക്റ്റഡാ. നമുക്ക് നോക്കുമ്പോൾ അറിയാം കണക്ഷൻ വരുന്ന ബുധനും കേതും കൂടെ ഡയറക്റ്റ് എന്നാൽ കോർട്ട് കേസാണ്. വേറൊരു പുള്ളി ആലപ്പുഴയിൽ നിന്ന് വിളിച്ചപ്പോഴും പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് ഉടനെ കോർട്ട് കേസുണ്ടോ? അതുകൊണ്ട് അല്ലെന്നിരി ഈ കേതും ബുധനും അല്ല ശുക്രനും ബുധനും കേതും കൂടെ കണക്റ്റാണ് ഡൈവേഴ്സ്. അത് തന്നെയല്ല, ഡൈവേഴ്സ് ആകുമെന്ന് മാത്രമല്ല, അവർ കോർട്ടിൽ പോകേണ്ടതായിട്ട് ലീഗലി കോർട്ടിൽ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ ആരും വിളി ഇപ്പം ഒരാൾക്ക് ഇപ്പം ഞാൻ പറയുന്നത് ഡൈവേഴ്സ് എന്നല്ല. അപ്പോൾ സപ്പോസ് എല്ലാം ഈ ഒരു 18 വർഷം കൂടുമ്പോഴും ഇങ്ങനെ ഗ്രഹങ്ങൾ കറങ്ങി വരും. അപ്പോൾ അതിനകത്ത് 15392610 അങ്ങനെ ചില ആംഗിളിലെ കണക്ടിവിറ്റി വരുമ്പോഴാണ് ഈ ഗ്രഹങ്ങൾ ആക്ടിവേറ്റ് ആകുന്നത്. അല്ലെന്നൊരു ഈ പറഞ്ഞ ശനിയെ അല്ലെന്നൊരു വ്യാഴമൊക്കെ ആയിട്ട് കണക്ട് വരും. അപ്പം എന്ത് ചെയ്യണം, ആ ഒരു സമയത്ത് 1.5 വർഷം മിണ്ടാതെ അടച്ചിരിക്കുക. ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ അങ്ങ് മാറി. അപ്പം അങ്ങ് മാറും. ഇതൊക്കെ ജനങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മന്ത്രവാദങ്ങളും പൂജകളും ചെയ്യാൻ പോകുന്നതിനേക്കാൾ ഉപരി അവരുടെ ഗ്രഹനില വെച്ച് എന്താണ് സാഹചര്യം മനസ്സിലാക്കി ചില കുഞ്ഞു പ്രിക്കോഷൻസ് എടുത്താൽ
കാര്യങ്ങൾ നേരെയാക്കിയെടുക്കാം. 100%. അത് എല്ലാം ഇവിടെ ഉണ്ട്, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ എല്ലാം ഉണ്ട്, നമ്മളൊന്നും കാണുന്നില്ല. ഒരുപാട് റെമഡി, ഇപ്പോൾ വസ്തു വിറ്റ് പോകാൻ വയ്യാത്തവർക്ക് വസ്തു വിൽക്കാനുള്ളത്, അങ്ങനെ ഇങ്ങനെ ഏറ്റവും കാര്യമൊക്കെ നമുക്ക് പരിഹാരങ്ങളുണ്ട്. ബൃഹനാടി ജ്യോതിഷത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ഈ സിമ്പിളായി പറയാം, നമ്മുടെ ഫോണിലിടുന്ന പിക്ചർ പോലും, അതായത് സ്ക്രീൻ സേവർ ആയിട്ടോ അല്ലെങ്കിൽ ഇടുന്ന പിക്ചർ പോലും നമ്മുടെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എം വി രാജ് സാറിനെ ബന്ധപ്പെടാം. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.